അവന് ഭക്ഷണം കഴിക്കാനല്ലേ ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടത്. മരിക്കും മുമ്പ് 3 ദിവസം അവനെ പട്ടിണി കിട്ടില്ലേ. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ വാക്കുകൾ എങ്ങനെയാണ്. SFIയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ പരസ്യ വിചാരണയ്ക്കും മർദ്ദനത്തിനും ഒടുവിൽ മരണത്തിലേക്ക് തള്ളിവിട്ടു. അതിക്രൂരമായി മർദ്ദിച്ചു. നൂലിഴയുടെ ബന്ധമില്ലാതെ നഗ്നനാക്കി നിർത്തി. ഇരുമ്പ് കമ്പിയും വയറും ഉപയോഗിച്ച് അടിച്ചു. ജീവനറ്റുപോകുന്ന വേദനയിൽ ദാഹജലം അഭ്യർത്ഥിച്ചപ്പോൾ മുഖത്തേക്ക് മൂത്രമൊഴിച്ചു. സ്വന്തം മകൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കാൻ പോലും ആ പിതാവിന് ശേഷിയുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കും ഭീകരമാണ് അതിലെ വിവരണം. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനോട് കാണിച്ചത്. ജീവന് വേണ്ടി ആവുന്നത്ര ഉച്ചത്തിൽ സിദ്ധാർത്ഥി യാചിച്ചു. ആരും ചെവിക്കൊണ്ടില്ല. മനസാക്ഷി എന്ന വികാരമുള്ള ഏതൊരാളുടെയും ഉള്ളു പിടയ്ക്കുന്ന ക്രൂര കൊലപാതകത്തിന്റെ വാർത്തയാണത്. പ്രതികരിക്കാതിരിക്കരുത്. ഇനിയും എത്ര വിദ്യാർത്ഥികൾ ഇതുപോലെ നരകിക്കുമെന്ന് പറയാനാവില്ല. ഇനിയും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങൾ തകർക്കപ്പെടരുത്. സിദ്ധാർത്ഥിനോടൊപ്പം.